ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്. നാം ഒരു ശ്രേണിയുടെ അഥവാ ഒരു സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എങ്ങനെ കണ്ടെത്താമെന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അവസാന ഒരു പ്രോബ്ലമാണ് നാം ഇന്നിവിടെ സോൾവ് ചെയ്യുന്നത്. ആ പ്രോബ്ലം നോക്കാം. Listen the question. Look at these pictures. The second picture is obtained by removing the small triangle formed by joining the midpoints of the first triangle. The third picture is got by removing such a middle triangle from each of the red triangle of the second picture. The first question, how many triangles are there in each picture? Second one, taking the area of the first triangle as 1, compute the area of a small triangle in each picture. Third question, what is the total area of all the red triangles in each picture? Fourth one, write the algebraic expressions for these three sequences obtained by continuing this process. That is, you are given three ട്രയാങ്കിൾസ്, 3 ത്രികോണം തന്നിരിക്കുന്നു. ഇവിടെ ഈ രണ്ടാമത്തെ ത്രികോണം കിട്ടിയത് ഒന്നാമത്തെ ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കൾ മിഡ് പോയിന്റ്സ് യോജിപ്പിച്ചപ്പോൾ കിട്ടിയ ത്രികോണം റിമൂവ് ചെയ്തതാണ്. അതായത് ഈ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് യോജിപ്പിച്ചപ്പോൾ ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിൾ എടുത്തു കളഞ്ഞ ചിത്രമാണ് രണ്ടാമത്തേത്. അതിന്റെ 3 ത്രികോണങ്ങൾ റെഡ് കളർ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഈ വൈറ്റ് ട്രയാങ്കിൾ, അവിടെ ട്രയാങ്കിൾ ഇല്ല, അത് റിമൂവ് ചെയ്തതാണ്. ഇതേ രീതിയിൽ മൂന്നാമത്തെ ത്രികോണം കിട്ടിയത് രണ്ടാമത്തെ ത്രികോണത്തിലെ റെഡ് ട്രയാങ്കിൾസിന്റെ മിഡ് പോയിന്റ്സ് യോജിപ്പിച്ചപ്പോൾ കിട്ടിയ ത്രികോണങ്ങൾ റിമൂവ് ചെയ്തതാണ്. അതായത് ഈ ട്രയാങ്കിളിന്റെ 3 മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്തു, ഈ ട്രയാങ്കിളിന്റെ 3 മിഡ് പോയിന്റ് ജോയിൻ ചെയ്തു, ഈ ട്രയാങ്കിളിന്റെ 3 മിഡ് പോയിന്റ് ജോയിൻ ചെയ്തു. അപ്പോൾ റിമൂവ് ചെയ്ത ട്രയാങ്കിൾസ് ഈ തേർഡ് ട്രയാങ്കിൾ ഫോം ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ത്രികോണത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണം കാണണം. അതായത് നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾ ഇൻ ദ ഫസ്റ്റ് പിക്ചർ, ഒന്നാമത്തെ ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണം. നിങ്ങൾ ഒന്നാമത്തെ ചിത്രം നോക്കൂ, അതിലാകെ ഒരു ത്രികോണമേ ഉള്ളൂ. ഒന്നാമത്തെ ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണം 1. Then number of red triangles in the second picture, രണ്ടാമത്തെ ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണം സമം 1, 2, 3. ഇതേ രീതിയിൽ നമ്പർ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ തേർഡ് പിക്ചർ, മൂന്നാമത്തെ ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണം 1, 2, 3, 4, 5, 6, 7, 8, 9. അതായത് ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു ചുവന്ന ത്രികോണവും, രണ്ടാമത്തെ ചിത്രത്തിൽ 3 ചുവന്ന ത്രികോണങ്ങളും, മൂന്നാമത്തെ ചിത്രത്തിൽ 9 റെഡ് ട്രയാങ്കിൾസുമാണ് ഉള്ളത്. Second question, taking the area of the first triangle as 1, compute the area of a small triangle in each picture. ഒന്നാമത്തെ ത്രികോണത്തിന്റെ ഏരിയ 1 എന്ന് സങ്കല്പിച്ച് രണ്ടാമത്തെ ത്രികോണത്തിലെ ചെറിയ ത്രികോണങ്ങളുടെ ഏരിയ അഥവാ പരപ്പളവ് കാണണം. ഈ രണ്ടാമത്തെ പിക്ചർ ഒന്നാമത്തെ ത്രികോണത്തെ 4 ഈക്വൽ പാർട്സ് ആക്കിയതാണ്. അതായത് ഒന്നാമത്തെ ത്രികോണത്തെ 4 തുല്യ ഭാഗമാക്കി കിട്ടിയതാണ് രണ്ടാമത്തെ ത്രികോണം. ഈ രണ്ടാമത്തെ ത്രികോണത്തിൽ 4 ത്രികോണങ്ങളുണ്ട്. ഈ 4 ത്രികോണങ്ങളും ഈക്വൽ ആയിരിക്കും. അതായത് 4 ത്രികോണങ്ങളും തുല്യമായിരിക്കും. 1, 2, 3, 4. നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ഓരോ ചെറിയ ത്രികോണങ്ങളുടെയും, അതായത് ഓരോ സ്മോൾ ട്രയാങ്കിൾസിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ ഫ്രാക്ഷനാക്കി ചെയ്യാം. ചെറിയ ക്ലാസ്സുകൾ പഠിച്ചതാണ്. എക്സാമ്പിൾ, ട്രയാങ്കിള്
1 2 3 4 ഈക്വൽ പാർട്സ് ആക്കി. 3 ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്തിന്റെ ഫ്രാക്ഷൻ എങ്ങനെ പറയാം? ഷെയ്ഡ് ചെയ്യാത്തത് ഒരു പാർട്ടാണ് 1 ബൈ ടോട്ടൽ 4, 1/4. അപ്പോൾ ഷെയ്ഡ് ചെയ്തതോ 1 2 3 പാർട്സ് ഷെയ്ഡ് ചെയ്തു ഔട്ട് ഓഫ് 4. ഷെയ്ഡ് ചെയ്യാത്തത് 1/4, ഷെയ്ഡ് ചെയ്തത് 3/4. ടോട്ടൽ 1 + 3/4, 4/4, 1. ഇതേ രീതിയിൽ ഏരിയ കാണണം. അപ്പോൾ ആകെയുള്ള 4 ത്രികോണത്തിലെ ഓരോ സ്മോൾ ട്രയാങ്കിൾസിന്റെയും ഏരിയ കാണണം. അതായത് ഈ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ 1, ടോട്ടൽ 4, 1/4. ഈ ഫസ്റ്റ് റെഡ് ട്രയാങ്കിളിന്റെ ഏരിയ 1/4. ഈ വൈറ്റ് കളറിലെ ട്രയാങ്കിൾ റിമൂവ് ചെയ്തതാണെങ്കിലും നമ്മൾ ഏരിയ കാണുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്തണം. ഈ രണ്ടാമത്തെ സ്മോൾ ട്രയാങ്കിളിന്റെ ഏരിയ അതും 1/4, തേർഡ് 1/4, ഈ റിമൂവ് ചെയ്തത് 1/4, ദെൻ ടോട്ടൽ 4/4 ഈക്വൽ ടു 1. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിലെ സ്മോൾ ട്രയാങ്കിൾസിന്റെ ചെറിയ ത്രികോണങ്ങളുടെ ഏരിയ അഥവാ പരപ്പളവ് 1/4 ആയിരിക്കും. ഇനി മൂന്നാമത്തെ പിക്ചർ ശ്രദ്ധിക്കാം. ഈ ചിത്രത്തിൽ മൊത്തം ത്രികോണങ്ങളുടെ എണ്ണം ഈ വലിയ ത്രികോണത്തെ ചെറിയ ത്രികോണങ്ങളാക്കി മാറ്റണം. അതിനായി വലിയ ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കളെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുക. ഇപ്പോൾ ടോട്ടൽ ട്രയാങ്കിൾസ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ആകെ 16 ത്രികോണങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ ത്രികോണത്തെ 16 ഈക്വൽ പാർട്സ് ആക്കിയതാണ് മൂന്നാമത്തെ ത്രികോണം. അപ്പോൾ ഓരോ ത്രികോണത്തിന്റെയും പരപ്പളവ് 1/16 ആയിരിക്കും. അതായത് മൂന്നാമത്തെ ചിത്രത്തിലെ ഓരോ ചെറിയ ത്രികോണങ്ങളുടെയും പരപ്പളവ് അഥവാ ഏരിയ 1/16, 1/16 ആയിരിക്കും. ദെൻ ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ, ഒന്നാമത്തെ ത്രികോണത്തിന്റെ പരപ്പളവ് 1 തന്നിരിക്കുന്നു. Therefore, area of a small triangle in the second picture, അതായത് രണ്ടാമത്തെ ചിത്രത്തിലെ ഓരോ ചെറിയ ത്രികോണങ്ങളുടെയും പരപ്പളവ് 1/4. ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ദ തേർഡ് പിക്ചർ, അതായത് മൂന്നാമത്തെ ചിത്രത്തിലെ ഓരോ ചെറിയ ത്രികോണങ്ങളുടെയും പരപ്പളവ് 1/16. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലെയും ത്രികോണങ്ങളുടെ ടോട്ടൽ ഏരിയ കാണണം. ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾ ഇൻ ദ ഫസ്റ്റ് പിക്ചർ, ഒന്നാം ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളുടെ പരപ്പളവ്. ആകെ ഒരു ത്രികോണമുള്ളൂ, അതിന്റെ പരപ്പളവ് 1. ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾ ഇൻ ദ സെക്കൻഡ് പിക്ചർ, രണ്ടാമത്തെ ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളുടെ പരപ്പളവ്. ഈ വെള്ള ത്രികോണം ഒഴിവാക്കി ചുവന്നതിന്റെ പരപ്പളവ് ഓരോന്നിന് 1/4, 1/4 പ്ലസ് 1/4 പ്ലസ് 1/4. ആകെ പരപ്പളവ് 1/4 പ്ലസ് 1/4 പ്ലസ് 1/4, ഓർ ഈ 1/4 3 ടൈംസ്, 3 പ്രാവശ്യം 1/4 കൂട്ടുക എന്നാൽ 3 into 1/4 ഈക്വൽ ടു 3 into 1 3/4. അതായത് ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾ ഇൻ ദ സെക്കൻഡ് പിക്ചർ, രണ്ടാമത്തെ ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളുടെ പരപ്പളവ് സമം 3/4. ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ദ തേർഡ് പിക്ചർ, മൂന്നാമത്തെ ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളുടെ പരപ്പളവ്. മൂന്നാമത്തെ ചിത്രത്തിലെ ഒരു ചുവന്ന ത്രികോണത്തിന്റെ പരപ്പളവ് 1/16 എന്ന് ആദ്യം കണ്ടു. അപ്പോൾ എത്ര ചുവന്ന ത്രികോണങ്ങളുണ്ട്? 9 ത്രികോണങ്ങൾ. അപ്പോൾ 9 into 1/16 ഈക്വൽ ടു 9 into 1 9/16. അതായത്
മൂന്നാമത്തെ ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളുടെ പരപ്പളവ് സമം 1/16 9 പ്രാവശ്യം ആഡ് ചെയ്യുക. അതായത് 9 × 1/16 സമം 9/16 ആയിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ algebraic expressions for 3 sequences obtained by continuing this process. തൊട്ട് മുന്നിൽ കണ്ട 3 ശ്രേണികളുടെയും ബീജഗണിത രൂപം എഴുതണം. ഒന്നാമത്തെ ശ്രേണി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടതാണ്, ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ എണ്ണങ്ങളുടെ ശ്രേണിയായിരുന്നു 1, 3, 9 എക്സെട്ര. ഇതിനെ ബീജഗണിത രൂപത്തിൽ എഴുതണം, അഥവാ ഓൾജിബ്രിക് ഫോം ആക്കി മാറ്റണം. അതിനായിട്ട് ഇതിനു മുമ്പ് കണ്ട രീതിയിൽ പൊസിഷൻ, സ്ഥാനം, ടേം, പദം. ഫസ്റ്റ് പൊസിഷൻ, ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 3, തേർഡ് ടേം 9 എക്സെട്ര. ലാസ്റ്റ് ടേം xn. ഈ xn ആണ് കണ്ടെത്തേണ്ടത്. അതിനു മുമ്പ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കും, 1 number raised to 0 equal to 1, a raised to 0 equal to 1. ഒരു നമ്പറിന്റെ പവർ കൃതി 0 വന്നാൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. 0 ഒഴിച്ചുള്ള ഏത് നമ്പറിന്റെയും പവർ 0 ആണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആയിരിക്കും. ഇത് പ്രകാരം ഈ 1 is equal to 3 raised to 0. 3 raised to 0 equal to 1. This 3 is equal to 3 raised to 1. 3 raised to 1 meaning 3 1 time എഴുതുക. 3 raised to 1. Then 9 is equal to 3 square. 3 square meaning 3 into 3 9. അപ്പോൾ 1 3 raised to 0. ഇത് പ്രകാരം 3 raised to 1 9 3 square etc. ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പൊസിഷനും ഈ പവറും ഈ കൃതിയും തമ്മിൽ റിലേഷൻ പരിശോധിക്കുക. പൊസിഷൻ പവർ, പൊസിഷൻ പവർ. എന്താണ് റിലേഷൻ? ഈ പൊസിഷനിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ പവർ കിട്ടും. 1 - 1 0. പൊസിഷൻ 2 2 - 1 1. പൊസിഷൻ 3 3 - 1 2 എക്സെട്ര. ലാസ്റ്റ് ടേം എന്തായിരിക്കും? ഈ ഓരോ പദങ്ങളിലും 3 ഫിക്സ്ഡ് ആണ്, സ്ഥിരസംഖ്യയാണ്. അപ്പൊ ലാസ്റ്റ് ടേമിലും 3 ഫിക്സ്ഡ് ആയിരിക്കും. ദെൻ പൊസിഷൻ -1 1 - 1 0 2 - 1 1 3 - 1 2 എക്സെട്ര. ഇവിടെ പൊസിഷൻ n-1. അതായത് ഈ സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം xn equal to 3 raised to n-1 ആയിരിക്കും. സെക്കൻഡ് സീരീസ് 1 1/4 1/16 എക്സെട്ര. അതായത് ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ പരപ്പളവ്. ഒന്നാമത്തെ ത്രികോണ പരപ്പളവ് 1, രണ്ടാമത്തെ 1/4, മൂന്നാമത്തെ 1/16 എക്സെട്ര. ഇതിനെ ഓൾജിബ്രൈക് ഫോം ആക്കി മാറ്റാം. പൊസിഷൻ, ടേം, ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 1/4, തേർഡ് 1/16 എക്സെട്ര. nth ടേം കണ്ടെത്തണം. ഹിയർ സെക്കൻഡ് ടേം 1/4, തേർഡ് ടേം 1/16 4 സ്ക്വയർ. 16 4 സ്ക്വയർ. 4 സ്ക്വയറിൽ 4 ബേസ് എന്നോ ആധാര സംഖ്യ എന്നോ പറയും. ഇവിടെ ബേസ് 4, അതിന്റെ പവർ 1. 4 raised to 1 equal to 4. ഇതേ രീതിയിൽ ഈ 1 എങ്ങനെ എഴുതാം? 1 means 1/1. ഈ 1 ന്യൂമറേറ്റർ അതേപോലെ എഴുതാം, അംശം അതേപോലെ എഴുതാം. ബൈ ആധാരസംഖ്യ ബേസ് 4. ഈ 1 കിട്ടണമെങ്കിൽ പവർ കൃതി 0 ആയിരിക്കണം. അതായത് 4 raised to 0 equal to 1. Then 1 becomes 1/1. ഈ 1 ന്യൂമറേറ്റർ, അംശം അങ്ങനെ തന്നെ എഴുതാം. 1 ഡിനോമിനേറ്റർ ഛേദം 4 raised to 0. 1/4 1 divided by 4 raised to 1 1/16 1 divided by 4 square etc. ഇനി ഈ പൊസിഷനും ഈ കൃതിയും ചെക്ക് ചെയ്യാം. പൊസിഷൻ 2 പവർ കൃതി 1, പൊസിഷൻ 3 പവർ കൃതി 2. എന്താണ് റിലേഷൻ? 1 - 1 0.
2 minus 1 1, 3 minus 1 2 etc. ഇതേ രീതിയിൽ nth ടേം ലാസ്റ്റ് ടേം എല്ലാ ഫ്രാക്ഷൻസിന്റെയും ന്യൂമറേറ്റർ അംശം 1, അപ്പോൾ nth ടേമിന്റെയും അംശം 1 ആയിരിക്കും ബൈ ഡിനോമിനേറ്റേഴ്സിന്റെ ബേസ് ആധാരസംഖ്യ 4, then power 0, 1 minus 1 0, 2 minus 1 1, 3 minus 1 2 etc. n minus 1, അതായത് ഈ സീക്വൻസിന്റെ nth ടേം xn equal to 1 divided by 4 raised to n minus 1 ആയിരിക്കും. then തേർഡ് സീക്വൻസ് 1 3 by 4 9 by 16 etc. അതായത് ഓരോ ചിത്രത്തിലെയും ചുവന്ന ത്രികോണങ്ങളുടെ പരപ്പളവുകളുടെ തുക സം ഓഫ് ദ ഏരിയാസ് ഈക്വൽ ടു 1 3 by 4 9 by 16 etc. ഇതിന്റെ ബീജഗണിത രൂപം കണ്ടെത്തണം. ഈ 1 മീൻസ് 1 by 1, then 3 by 4 9 by 16. തൊട്ട് മുന്നിലെ ഫസ്റ്റ് സീക്വൻസ് 1 3 9 etc. ആയിരുന്നു. ഇതിന്റെ ന്യൂമറേറ്റേഴ്സ് 1 3 9 ഉം ഡിനോമിനേറ്റേഴ്സ് 1 4 16 etc. യുമാണ്. ഫസ്റ്റ് സീക്വൻസ് 1 3 9, അതിന്റെ ബീജഗണിത രൂപം നമ്മൾ കണ്ടതാണ്. xn is equal to 3 raised to n minus 1. algebraic expression for numerators 1 3 9, 1 3 9 etc. അംശങ്ങളായ സംഖ്യകളുടെ ബീജഗണിത രൂപം ഒന്നാമത്തെ സീക്വൻസിൽ കണ്ടതാണ്. xn equal to 3 raised to n minus 1. ഇതേ രീതിയിൽ 1 4 16 രണ്ടാമത്തെ സീക്വൻസിലെ 1 4 16ന്റെ ബീജഗണിത രൂപമാണ്. xn is equal to 4 raised to n minus 1. അത് രണ്ടാമത്തെ സീരീസിൽ കണ്ടെത്തിയതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ 1 3 by 4 9 by 16 etc. ഇവയുടെ ബീജഗണിത രൂപം അഥവാ ഓൾജിബ്രിക് ഫോം ആണ്. അതിന് ഇത് ന്യൂമറേറ്ററും ഇത് ഡിനോമിനേറ്ററുമായി എഴുതിയാൽ മതി. കാരണം ഈ തന്ന നമ്പേഴ്സ് ഫ്രാക്ഷൻ ആണ്. 1 3 9 ന്യൂമറേറ്റർ, അതിന്റെ ഓൾജിബ്രിക് ഫോം 3 raised to n minus 1. ഡിനോമിനേറ്റർ 1 4 16, അതിന്റെ ഓൾജിബ്രിക് ഫോം 4 raised to n minus 1. therefore ഈ ഫ്രാക്ഷന്റെ ഓൾജിബ്രിക് ഫോം xn equal to ന്യൂമറേറ്റർ 3 raised to n minus 1 divided by ഡിനോമിനേറ്റർ 4 raised to n minus 1. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. a raised to m divided by b raised to m. a raised to m ൽ a ആധാരസംഖ്യ ബേസ്, m പവർ കൃതി. ന്യൂമറേറ്റർ ആധാരസംഖ്യ ബേസ് a, ഡിനോമിനേറ്റർ ആധാരസംഖ്യ ബേസ് b. ന്യൂമറേറ്റർ പവർ m കൃതി m, ഡിനോമിനേറ്റർ പവർ m കൃതി m. ഇത് രണ്ടിലും പവർ കോമൺ ആണ്. therefore a raised to m by b raised to m നെ a by b whole raised to m ഒറ്റ പവർ ആക്കി എഴുതാം. അതായത് a raised to m divided by b raised to m is equal to a by b whole raised to m. ഇതേ രീതിയിൽ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ബേസ് 3 പവർ n minus 1, ആധാരസംഖ്യ 4 പവർ n minus 1, രണ്ടിലും പവർ സെയിം. therefore 3 by 4 whole raised to n minus 1. അതായത് ഈ സീക്വൻസിന്റെ nth ടേം ബീജഗണിത രൂപം xn equal to 3 by 4 whole raised to n minus 1 ആയിരിക്കും. നാം ഇതുവരെ കണ്ടത് എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്നത് അറിയുന്നതിന് വേണ്ടിയുള്ള ചില പ്രാഥമിക ആശയങ്ങളാണ്. അതായത് ഒരു സീക്വൻസിന്റെ ഓൾജിബ്രിക് ഫോം എങ്ങനെ എഴുതാം, അഥവാ ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം എങ്ങനെ എഴുതാം എന്നതാണ് ഇതുവരെ നാം കണ്ടത്. അത് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ എന്താണ് സമാന്തര ശ്രേണി എന്ന് പരിശോധിക്കാം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.